ഇമാമിങ്ങൾക്കിടയിൽ. തന്നെയല്ല ധാരാളം സഹിയായ ഹദീസുകളിലൂടെ കൽപ്പിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞാൽ സുമ്മ മൻ ഓസലൽ മയ്യിത്ത, മയ്യത്ത് കുളിപ്പിച്ച ആളാണ്. പിന്നെ മയ്യത്ത് കുളിപ്പിച്ച ആള് കുളിക്കലാണ് തൊട്ടടുത്തത്. ജദീദിൽ പറഞ്ഞതിന് നേരെ എക്സാണത്. അങ്ങനെയാണ് ദലീൽ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് മുത്തഅഖിരീങ്ങളായ അസ്ഹാബൊക്കെ ഖദീമിനെ മുക്തമാക്കിയ സ്ഥലമാണ്. തംബീഹുൻ ഖാല ശൈഖുന ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തങ്ങൾ പറയാണ്, യുസന്നു സുന്നത്താക്കപ്പെടും ഖളാഉ ഗുസ്ലിൽ ജുമുഅത്തി, ജുമുഅയുടെ കുളി ഖളാ വീട്ടൽ. ജുമുഅ കുളിക്കാൻ കഴിഞ്ഞില്ല, എന്തോ കാരണവശാൽ നഷ്ടപ്പെട്ടു പോയി, എന്നാൽ അത് ഖളാ വീട്ടൽ സുന്നത്തുണ്ട് എന്നല്ല. ജുമുഅന്റെ മാത്രമല്ല കസായിരിൽ അസാലിൽ മസ്നൂന, സുന്നത്താക്കപ്പെട്ട കുളികളൊക്കെ ഖളാ വീട്ടൽ സുന്നത്ത് തന്നെ. സംഗതി ഖളാ വീട്ടൽ ന്യായപ്രകാരം വേണ്ടല്ലോ. വൈന്നമാ തുലിബ ഖളാഉഹു, ഈ സുന്നത്താക്കപ്പെട്ട കുളികൾ ഖളാ വീട്ടാൻ കൽപ്പിക്കപ്പെടാൻ കാരണം ലിഅന്നഹു, ഒരു മനുഷ്യൻ ഇതാ അരിമയൊന്നുമല്ല, ഇതാ അരിമ, ഈ മനുഷ്യൻ അറിഞ്ഞാൽ അന്നഹു യുഖ്ളാ, ഈ സുന്നത്തായ കുളി ഖളാ വീട്ടപ്പെടേണ്ടി വരും, അതായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഖളാ ആയിട്ടെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് വന്നാൽ ദാവമഅല അദാഇഹി, അതാ ആയി തന്നെ നിർവഹിക്കുന്നതിന്റെ മേൽ അവൻ പതിവായിക്കൊള്ളും. അതായത് വജ്തനബ തഫ്വീതഹു, അതിനെ നഷ്ടപ്പെടുത്തുന്നതിൽ നിന്നിട്ട് അവൻ ഒഴിഞ്ഞു നിന്നോളും. കാരണം എന്തായാലും ഇത് ഒഴിവായി കിട്ടൂല. അതാ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഖളാ ആയിട്ടും ചെയ്യേണ്ടി വരും. എന്നാ പിന്നെ ആദ്യം ഖളാ ആക്കാൻ നിർത്തിയിട്ട് കാര്യമല്ലോ, അതാ ആയിട്ട് തന്നെ നടക്കട്ടെ എന്ന് വെച്ചോളും. അപ്പോ അശ്രദ്ധ വരാതെയും അതുപോലെ തന്നെ ഈ പ്രാധാന്യത്തെ അവഗണിക്കാതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുളികളൊക്കെ നഷ്ടപ്പെട്ടാൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ട് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആട്ടെ, ഇനി മറ്റൊരു സുന്നത്ത്. ഒന്നിപ്പോ പറഞ്ഞ ജുമാന്റെ സുന്നത്ത് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, കൂട്ടത്തിൽ കുറെ സുന്നത്തായ കുളികൾ കൂടി ഉണർത്തിയത് മാത്രമേ ഉള്ളൂ. ഈ കുളിയൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നിയ്യത്തോടു കൂടി കുളിക്കണം. അല്ലാതെ ഇതിനൊക്കെ വേണ്ടി നന്നായിട്ട് സോപ്പ് വെച്ച് കുളിച്ചു എന്നത് കൊണ്ടിട്ട് വിയർപ്പ് പോകും എന്നല്ലാതെ കൂലി കിട്ടൂല. കൂലി കിട്ടണമെങ്കിൽ ആ കാര്യം ഇന്നതിന് വേണ്ടിയിട്ടുള്ള കുളി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കുളിച്ചെങ്കിൽ മാത്രമേ കൂലി കിട്ടുള്ളൂ. രണ്ടാമത്തത് ബുക്കൂറുൻ, നേരത്തെ പോവുക. പക്ഷെ ഈ നേരത്തെ പോകൽ ലിഗൈരി ഖതീബിൻ, ഖതീബ് അല്ലാത്തവർക്കാണ് ബുക്കൂർ സുന്നത്തുള്ളത്. പണ്ട് ബബി കൂറ എന്ന് വായിച്ച ഓർമ്മ ഉണ്ടോ? ആലൂരെ ഒരാള്, ഒരു മൗലിയാരിറ്റി, ആലൂരിനെ പോലത്തെ അല്ല, ഒരു സാധുവിനെ പോലത്തെ ഒരു മൗലിയാരിറ്റിയാ. മൗലിയാരിറ്റി വായിച്ച എങ്ങനെ? ബബി കൂറാന്ന വായിച്ച് ഉസ്താദിനെ പോലത്തെ ഒരു സാധു ആയിരുവാണ്. ഉസ്താദും കുടുങ്ങി. എന്താ ഈ കൂറ? വബി കൂറ എന്ന് പറഞ്ഞാൽ എന്താ ഈ കൂറ? ഇപ്പാണെങ്കിൽ വേണം തിരിയും. നമുക്ക് വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്തായതുകൊണ്ട് എന്താക്കുക, ആ പന്തും കൊണ്ടുപോകണം എന്ന് അർത്ഥം വെക്കാം. കാരണം ഇപ്പോൾ ഓൾക്ക് കൂറയല്ല, കൂറയാണ്. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് പള്ളിയൊക്കെ പോകുമ്പോൾ വെള്ളിയാഴ്ച ജുമാന്റെ സമയത്ത് പോകുമ്പോ എന്ത് കൊണ്ടുപോവുക? പന്തും കൊണ്ടുപോകുക എന്നർത്ഥം വെക്കേണ്ടി വരും. അങ്ങനെയാണ് വായിച്ചു തെറ്റിയ ബുക്കൂറുൻ. പക്ഷെ ഈ ബുക്കൂർ ആർക്കാണ് സുന്നത്ത്? വൈരി ഖതീബിൻ, ഖതീബിന് ബുക്കൂർ സുന്നത്തില്ല. അയാൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറയും. എവിടത്തേക്കുള്ള ബുക്കൂർ? ഇലൽ മുസല്ല, നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? രാവിലെ നേരത്തെ പോകണം. നിസ്കരിക്കുന്ന സ്ഥലം എന്ന് പറയാൻ കാരണം അത് പള്ളിയിലായാലും വേണ്ടിയില്ല, അല്ലെങ്കിലും വേണ്ടിയില്ല എന്നർത്ഥം. എവിടെയാണോ ജുമാ നടക്കുന്നത് അവിടത്തേക്ക് നേരത്തെ പോകൽ സുന്നത്താണ്. എവിടെയാണ് നേരത്തെ? എവിടെ മുതൽ വേണം? മിൻ തുലൂഇൽ ഫജ്രി, കണ്ടോ? സൂര്യ ഉദിച്ചിട്ടല്ല, ഫജ്ർ സ്വാദിഖ് വെളിവായോടം മുതൽക്ക് തന്നെ സുന്നത്താവും. പല സുന്നത്തുകളും ഇന്നും നിലവിലുണ്ട്. എന്നാൽ പറ്റേ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട ഒരു സുന്നത്താണ് ജുമുഅക്ക് രാവിലെ പോവുക എന്നത്. വലിയൊരു മുസീബത്താണ്.
എന്നാൽ നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ കുറവാണെങ്കിലും ബോംബെ സിറ്റി പോലെ ബാംഗ്ലൂർ സിറ്റി പോലത്തെ സിറ്റികളിലൊക്കെ എപ്പോഴും ഒരു 9 മണിയാവുമ്പോഴൊക്കെ അൽഹംദുലില്ലാ ആളുകൾ എത്തുന്നുണ്ട്. അതേ സമയത്ത് ഇവിടങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിലുമൊക്കെ 12 മണിയായിട്ട് ആളുകൾ വരാൻ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ ഏതായാലും 11 മണിന്റെ മുമ്പ് ആരും ഉണ്ടാവില്ല. അതാണ് അവസ്ഥ. പള്ളി തന്നെ പലതും തുറക്കുന്നത് 11:30 ഒന്നാം ബാങ്ക് കൊടുക്കുമ്പോഴാ പള്ളി തുറക്കുന്നത്. അങ്ങനത്തെ അവസ്ഥയായി. എത്ര വലിയൊരു സുന്നത്താണ് നഷ്ടപ്പെട്ടു പോയത്. മുസ്ലിം സമുദായം നഷ്ടപ്പെടുത്തിയ, അറിഞ്ഞുകൊണ്ട് അകാരണമായി നഷ്ടപ്പെടുത്തിയ സുന്നത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് വുക്കൂർ. ഇങ്ങനെ ഫജ്ർ മുതൽക്ക് തന്നെ ജുമാഅ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടൽ സുന്നത്താണെന്ന് പറയാൻ കാരണം ലിമാ ഫിൽ ഖബരി സ്വഹീഹി, പ്രസിദ്ധമായ സഹീഹായ ഒരു ഹദീസിലുണ്ട്. മായനക്ക് റിവായത്താട്ടോ. ഇന്നലിൽ ജാഇ ബഅദ ഇത്സാലിഹി ഉസ്ലൽ ജനാബത്തി, ജനാബത്ത് കുളി പോലെയുള്ള കുളി, പൂർണ്ണമായ കുളി കുളിച്ചതിനു ശേഷം ജുമാക്ക് വന്നവനുണ്ട്. ഐക ഉസ്രിഹ എന്ന്. ഉസ്ലൽ ജനാബത്തി പറഞ്ഞാൽ ജനാബത്ത് കുളിയാണ്. ജനാബത്ത് കുളി പോലത്തെ കുളി കുളിക്കുക. വക്കീല ഹട്ടീക്ക തന്നെ അല്ല, ജനാബത്ത് കുളിക്കാന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനെങ്ങനെ വ്യായക്കൂന ജാമ, വെള്ളിയാഴ്ച രാവിലെ ഭാര്യയുമായിട്ടൊന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോട്ടെ. ഭാര്യമാര് സ്ഥലത്തുണ്ടെങ്കിലേ അതൊരു സുന്നത്തുണ്ടായിരുന്നാലോ. വെള്ളിയാഴ്ച രാവ് മാത്രല്ല, വെള്ളിയാഴ്ച കാലത്തെ ജുമാക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഭാര്യമാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ പ്രത്യേകം സുന്നത്താ. കാരണം പോകുന്ന വഴിയിൽ വെച്ചോ ജുമാ നടക്കുന്ന സ്ഥലത്തോ സ്ത്രീകളോ മറ്റോ ഉണ്ടെങ്കിൽ അവരിലേക്ക് ശ്രദ്ധ തിരിയാതിരിക്കാനും കൽബ് ഷോലാകാതിരിക്കാനും വേണ്ടിയാണ് അപ്പറഞ്ഞ സുന്നത്ത്. ആ സുന്നത്ത് എടുക്കാറിനായിട്ട് നിങ്ങൾക്കും എനിക്കൊക്കെ പെണ്ണുങ്ങളിന്റെ കൂടെ ഉണ്ടോ? ആരും നിങ്ങളെ കൂടെ പെണ്ണുങ്ങളുണ്ടാ? എന്റെ കൂടെ പെണ്ണുങ്ങളില്ല. എന്റെ പെണ്ണുങ്ങൾ എന്റെ നാട്ടിൽ കീച്ചീരിയാള്. അങ്ങനെയാണ് തോന ആളുകൾക്കും പെണ്ണുങ്ങൾ കീച്ചീരിയാണ് ഇക്കാരം. അപ്പത്തെ കറ്റ ആലൂര് ഈ സുന്നത്ത് എടുക്കാന്നൊക്കെ പറയണ്ട. കീച്ചീരിയെ കെട്ടിട്ടിട്ട് അല്ലെങ്കിൽ കീച്ചീരി ഇപ്പൊ പടിയായിട്ട് വന്നിനി ആലൂരിന്റെ അടുത്തേക്ക്. ഞാനും കീച്ചീരിയൊക്കെ ഞങ്ങളെ പെണ്ണുങ്ങളൊക്കെ കീച്ചീരിയാള്. എന്താ കാട്ടുക? അടുത്തുണ്ടെങ്കിൽ നന്ന്, നല്ല കാര്യം തന്നെ. കാരണം എന്താ, അതുകൊണ്ട് ഈ കൽബിന്റെ ഷോര് ഫറാഹ് കിട്ടും, ഫറാഹുൽ കൽബിൽ കിട്ടും. അപ്പം ചെയ്യുന്ന ഇബാദത്തിൽ ഒരു ആത്മാർത്ഥതയും ഇഖ്ലാസും കൂടും. അതുകൊണ്ട് അത് നല്ലത് തന്നെയാണ്, സുന്നത്താണ്. ലൈലത്തുൽ ജുമുഅത്തി ഔ യൗമഹ. കണ്ടോ, ജിമാഅ് വെള്ളിയാഴ്ച രാവോ പകലോ ഒക്കെ സുന്നത്തുണ്ട് എന്നല്ല, പകലാണ് അഫ്ദൽ എന്നാ. കാരണം ഈ പറഞ്ഞ കാര്യത്തിന് കൽബിന് ഫറാഹ് കിട്ടാനും ഷോര് വരാതിരിക്കാനും കൂടുതൽ നല്ലത് അതാണ്. ഏതായാലും ജുമാക്ക് ജനാബത്ത് കുളി പോലെ പൂർണ്ണമായ കുളി കുളിച്ച് ജുമാക്ക് പോയവനുണ്ട്. എപ്പോ പോയവന് ഫിസ്സാഅത്തിൽ ഊല, ഒന്നാമത്തെ സാഅത്തിൽ പോയവർക്കുണ്ട്. ബദനത്തൻ, ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തതിന് തുല്യമായ പ്രതിഫലമുണ്ട്. ജുമാന്റെ കൂലി അല്ല അതിട്ടാ, അത് വേറെ മനസ്സിലാക്കണം. ആരുരെ ജുമാസ്കരിച്ചതിന്റെ കൂലി വേറെ. അതല്ലാതെ നേരത്തെ പോയി എന്നതിന്റെ പേരിൽ പ്രത്യേകമായി ലഭിക്കുന്നതാണ് ഒരു ഒട്ടകത്തെ അറുത്ത് സാധുക്കൾക്ക് ധർമ്മം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം. ഏറെ വെറുതെ കിട്ടുമോ നേരത്തെ പോയി എന്നതിന് മാത്രം. വഫിസാനിയത്തി, രണ്ടാമത്തെ സാഹത്തിൽ പോകുന്നവർക്ക് കിട്ടും ബക്രത്തൻ, ഒരു മാടിനെ അറുത്ത് ധർമ്മം ചെയ്തതിന് തുല്യമായ പ്രതിഫലം കിട്ടും ജുമാന്റെ കൂലിന്റെ പുറമെ. വഫിസാരിസത്തി, മൂന്നാമത്തെ സാഹത്തിൽ പോയവന് കിട്ടും കബുഷൻ അക്രന, നല്ല കൊമ്പൊക്കെയുള്ള ഒരു കൂറ്റൻ ആട് ധർമ്മം ചെയ്ത കൂലി. വറാബിയത്തിൽ, നാലാമത്തെ സാഹത്തിൽ പോയവന് കിട്ടും ദജാജത്തൻ, ഒരു കോഴിയെ ധർമ്മം ചെയ്ത കൂലി. വൽ ഖാമിസത്ത്, അഞ്ചാമത്തെ സാഹത്തിൽ പോയവന് കിട്ടും വൽ ഖാമിസത്തി, അഞ്ചാമത്തെ സാഹത്തിൽ പോയവന് കിട്ടും ഉസ്ഫുറൻ, ഒരു പൈങ്ങാക്കിളി, അടക്കാക്കിളി, കുരുവി, എന്തു പറഞ്ഞാലും വേണ്ടിയില്ല. വസാദിസത്തി, ആറാമത്തെ സാഹത്തിൽ പോകുന്നവന് ബൈളത്തൻ, ഒരു കോഴിമുട്ട സദഖ ചെയ്ത കൂലി. ഇങ്ങനെ 6 സാഹത്താണ്. ഏതു മുതൽ? ഫജ്ർ സ്വാദിഖ് മുതൽ ഇമാമ് മിമ്പറിൽ കയറുന്നത് വരെയുള്ള സമയം. ഖതീബ് മിമ്പറിൽ കയറുന്നത് വരെയാണ് ടൈം.
അതിന്റെ ഇടയ്ക്കുള്ള സമയം ആകെ 6 ഭാഗമായി ഭാഗിച്ചു. ഫജ്ർ സ്വാദിഖ് മുതൽ ഖത്തീബ് മിമ്പറിൽ കയറുന്നതിന്റെ ഇടയ്ക്കുള്ള സമയത്തെ കൃത്യമായ 6 ഭാഗങ്ങളായി ഭാഗിച്ചാൽ ഒന്നാമത്തെ ഭാഗത്തിൽ വന്നവന് ഒരു ഒട്ടകം ധർമ്മം ചെയ്ത കൂലി, രണ്ടാം ഭാഗത്തിൽ വന്ന ഒരു മാടിനെ ധർമ്മം ചെയ്ത കൂലി, മൂന്നാമത്തെ സാഹത്തിൽ വന്നവന് ഒരു ആടിനെ ധർമ്മം ചെയ്ത കൂലി, നാലാമത്തെ സാഹത്തിൽ വന്നവന് കോയിനെ ധർമ്മം ചെയ്ത കൂലി, അഞ്ചാമത്തെ സാഹത്തിൽ വന്നവന് ഒരു കുരുവിയെ ധർമ്മം ചെയ്ത കൂലി, ആറാമത്തെ സാഹത്തിൽ വന്നവന് ഒരു മുട്ട ധർമ്മം ചെയ്ത കൂലി. അത് കഴിഞ്ഞ് ഖത്തീബ് മിമ്പറിൽ കയറിയാലോ തവൗസഫഹും, ആ റിക്കാർഡ് അവർ പൂട്ടിവെച്ച് അവർ ഹുതുബയൊക്കെയായിരിക്കും. പിന്നെ വരുന്നവന് സ്പെഷ്യൽ റിക്കാർഡിലില്ല. ജുമാ നിസ്കരിച്ച കൂലി കിട്ടൂല എന്നല്ല, ഈ എല്ലാവർക്കും കിട്ടും. ജുമാ നിസ്കരിച്ചവർക്കൊക്കെ ജുമാന്റെ കൂലി കിട്ടും. പക്ഷേ ഈ സ്പെഷ്യൽ ലിസ്റ്റിൽ അവർ പേരുണ്ടാവില്ല. കാരണം സ്പെഷ്യൽ ലിസ്റ്റ് ഇമാമ് മിമ്പറിൽ കയറുന്നത് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ ആ പട്ടിക അടച്ചു വെച്ച് അവര് ഹുതുബ കേൾക്കാനിരിക്കും. പലരും അതിനെത്തിനില്ല. 2 റക്അത്തിലാ ഒരു മുസല്ലിൻ തോളിലിട്ടുകൊണ്ടാ ബരുവ് തന്നെ. എന്താ പള്ളിയിലൊക്കെ ആളെ അറിഞ്ഞിട്ടുണ്ടാവും മിച്ചത്തുത്തരിക്കാന്നുള്ള ആൾക്കാ പോരില്ല തന്നെ മലയാളികൾ. ഞാൻ പറയണില്ല എന്ന് പറഞ്ഞ അവൽ മുറാദു എന്ന് പറഞ്ഞ ഒരു സാഹത്ത് കൊണ്ട് അന്ന മാബൈനൽ ഫജ്രി, ഫജ്ർ സ്വാദിഖ് ഒളിവായത് മുതൽക്ക് വഖുറൂജിൽ ഖതീബി, ഖതീബ് മിമ്പറിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്നതിന്റെ ഇടക്കുള്ള സമയം എൻഖസിമു സിത്തത അജ്സാഇൻ മുതസാവിയ, തുല്യമായ 6 ജുസുകളായിട്ട് അത് വീതിക്കുക. അവിടെ പകല് നീണ്ടോ കുറഞ്ഞോ എന്നൊന്നും ചോദിക്കേണ്ട. സവാഉൻ അത്വാലൽ യൗമു അം ഖസുറ, പകൽ നീളട്ടെ ചുരുങ്ങട്ടെ അതല്ല പ്രശ്നം. ഫജ്ർ സ്വാദിഖ് മുതൽ ജുമാക്ക് ഇമാമ് വരുന്നത് വരെയുള്ള സമയം കൃത്യമായി 6ആയി ഭാഗിക്കപ്പെടും. എന്നാ പിന്നെ 1-ാം സാഹത്തിന്റെ ആദ്യത്തിൽ വന്നവനും 1-ാം സാഹത്തിന്റെ അവസാനത്തിൽ വന്നവനും രണ്ടും എന്ത് തന്നെയാണ്, ഒരു ഒട്ടകം തന്നെ കിട്ടുക. പക്ഷേ 1-ാം സാഹത്തിന്റെ ആദ്യത്തിൽ വന്നവന് നല്ല തടിച്ച് കൊഴുത്ത് മുഴുത്ത ഒരു ഒട്ടകം കൊടുത്ത, ഒടൂന് വന്നവന് ഒരു ചാവാരി ഒട്ടകം കൊടുത്ത കൂലി കിട്ടും. എന്നാലും ഒട്ടകം തന്നെ. അതുപോലെ തന്നെ 2-ാം സാഹത്തിൽ ആദ്യം വന്നവന് നല്ല തടിച്ച് കൊഴുത്ത് ഒരു കാളക്കുട്ടീനെ കൊടുത്തേക്കുണ്ടോ. ഒടൂന് വന്നവന് ഒരു തെർക്കിളാമ്പി എന്ന് പറയുന്ന മറ്റേ ആ ചാവാലി മൂരിനെ കൊടുത്ത കൂലിയാ കിട്ടുക. എന്നാലും മൂരി തന്നെ ഇക്കാലം. അങ്ങനെ സാഹത്തൊക്കെ ഒരു കണക്കാണെങ്കിലും അതിന്റെ തടിയും വണ്ണവും ഏറ്റക്കുറവുണ്ടാവൂന്ന്. ഈ പറഞ്ഞത് ഖതീബ് അല്ലാത്തവർക്കാണ് ബുക്കൂർ സുന്നത്തുള്ളത് പറഞ്ഞു. എന്നാൽ അമ്മല്ലിമാമു, എന്നാൽ ഖതീബോ ഫൈസന്നുലഹു, ഖതീബ് ഒരു സുന്നത്താക്കപ്പെടും. അത്തഖീറു, പുറപ്പെടുന്ന പിന്തിക്കൽ. ഏത് വരെയിലാ വഖത്തിൽ ഖുതുബത്തി, ഖുതുബയുടെ വഖത്ത് വരെ പിന്തിക്കൽ സുന്നത്താണ്. ഖുതുബന്റെ വഖത്താവുമ്പോ മൂപ്പര് വരിക, നേരെ ഫ്രഷ് ആയിട്ട് വന്ന് മിമ്പറിൽ കയറി സലാം പറഞ്ഞ് ഖുതുബ തുടങ്ങാം. അവിടെ ഇങ്ങനെ ഏക്കേറ്റ് നേരത്തെ വന്ന് തൊള്ളിയും കാട്ടി ഇരുന്ന് വല്ലാക്ക ബാളെടുത്ത് പേടിപ്പിച്ചുമ്പോ അവിടുന്ന് ആടോ അയന്ന് നീച്ച് പോവുകയല്ല വേണ്ടത്. ആ ഫ്രഷ് ആയിട്ട് വരിക, നേരെ മിമ്പറിൽ കയറുക, ഖുതുബ ഓതുക. ലിൽ ഇത്തിബായി, അങ്ങനെയാണ് ഇത്തിബായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബന്റെ സമയത്തായിരുന്നു കടന്നു വരാറ്. അതുകൊണ്ട് ഇനി വേറൊരു മസാലയും കൂടി, സുന്നത്താക്കപ്പെടും ദഹാബു ഇലൽ മുസല്ല, നിസ്കരിക്കേണ്ട സ്ഥലത്തേക്ക് പുറപ്പെടൽ ഫീ ത്വരീഖിൻ ത്വീലിൻ, കുറച്ച് നീളം കൂടിയ വഴിയിലൂടെ പോവുക. അത് തന്നെ മാഷിയൻ, കാൽനടയായിട്ട് പോവുക. ബിസക്കീനത്തിൻ, അടക്ക ഒതുക്കത്തോടു കൂടി, ഓടിപ്പാഞ്ഞു പോകരുത് സമയം ഉണ്ടെങ്കിലേ. അതുപോലെ തന്നെ നടന്നു പോകാൻ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതേ സമയത്ത് നടക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വാഹനത്തിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ പതുക്കെ പോയാൽ പറ്റൂല, സമയം താമസിച്ചു പോയിണ് എങ്കിൽ ഓടണം. ഓടിയാലും പോരെങ്കിൽ വണ്ടി വിളിച്ചു പോകാൻ പൈസ ഉണ്ടെങ്കിൽ വണ്ടി വിളിച്ചു പോകണം. അതൊക്കെ നേരത്തെ പറഞ്ഞു, അത് പണിയും വരും. അതുപോലെ തന്നെ ദൈർഘ്യം കുറഞ്ഞ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോരുക, ഇത് സുന്നത്താണ്. ജുമാക്കും സുന്നത്താണ്, മറ്റ് ഖൈറായ കുറെ കാര്യങ്ങളിലൊക്കെ അത് വരും. അതായത് ജുമാക്ക് മാത്രമല്ല, ഫീക്കുൽ ഇബാദത്തിന്, ഏതൊരു ഇബാദത്തിനും, ഇബാദത്തിന് വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ അടക്കൊതുക്കത്തോടു കൂടെ നടന്നു പോവുക, ദീർഘം കൂടിയ വഴിയിലൂടെ പോവുക. തിരിച്ചു വരുമ്പോ വേഗം പോരാ. അപ്പൊ വാഹനം കയറിയാലും ഒരു കുഴപ്പമില്ല, എതിരുള്ളവർക്കും കയറാം, ഇല്ലാത്തവർക്കും ഒക്കെ കയറാം. തിരിച്ചു പോരുമ്പോ അത് മറ്റൊരു ചുരുങ്ങിയ വഴിയിലൂടെ ആവുകയും സുന്നത്താണ്. ഇനി വേറെ വയുക്റഹു, കറാഹത്താക്കപ്പെടും അദുവുൻ ഇലൈഹ, ജുമയിലേക്ക് ഓടിപ്പോര്. കസായിരിൽ ഇബാദത്തി, മറ്റ് ഏത് ഇബാദത്തിനും അങ്ങനെ തന്നെ ഓടിപ്പോര് നല്ലതല്ല.
പക്ഷേ ഇല്ലാലിത് വക്തിൻ സമയം എടുക്കമായാൽ ഒഴിച്ച്, കാരണം ഞാൻ അവിടെ എത്തുമ്പോത്തിന് ഖുതുബ തുടങ്ങിപ്പോവും എന്ന് കണ്ടാൽ ഫയജിബു അപ്പോൾ ഓടിപ്പോകൽ വുജൂബ് തന്നെയാകും. എപ്പോ? ഇദാലം യുദ്രിക്കുഹാ ഇല്ലാ ബിഹി, ഓടിപ്പോയെങ്കിലല്ലാതെ ജുമാ കിട്ടൂല എന്ന് കണ്ടാൽ ഓടൽ നിർബന്ധമാണ്. ഇനി ഓടൽ മാത്രമല്ല, വാഹനം കയറിപ്പോയെങ്കിലേ എത്തുള്ളൂ. അതിനുള്ള കൂലി കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ വാഹനം കയറിപ്പോകലും വുജൂബാകും. മുമ്പ് ജമാഅത്തിന്റെ അവിടെ പറഞ്ഞത് സൂചനയായിട്ട്. അത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ പറയേണ്ട സ്ഥലം നടത്തും. 2 സുന്നത്തായി. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് തുടർന്ന് പെമ്പാടും മതി. ഇനി കുറച്ച് സമയം ആ കെട്ടിട്ട കയറൊക്കെ ഒന്ന് കഴിച്ചു കൊടുത്താല് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് മൈക്കിലേക്ക് വരാം, ചോദിക്കാം. ഇൻഷാ അല്ലാഹ് കിട്ടുന്നതാണെങ്കിൽ പറഞ്ഞു തരുമ്പോൾ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉസ്താദെ, ഇനി ശേഷം മൈക്ക് എടുക്കാൻ നെറ്റിന്റെ പ്രശ്നമാണ് കുറച്ച് ദിവസമായിട്ട്, അതാണ് മുൻനിരയിൽ വരാത്തത്. കഴിഞ്ഞ മാസത്തെ 1-ാം തീയതി ആണല്ലോ, ജൂൺ മാസത്തെ സ്വലാത്ത് 1,32,784 സ്വലാത്ത് ഉണ്ട്. ഉസ്താദ് സൗകര്യം കിട്ടുകയാണെങ്കിൽ പിന്നെ ഇന്ന് അല്ലെങ്കിൽ നാളേക്ക് ആയിട്ട് ഉസ്താദ് ദുആ ചെയ്യണം. PMA ഒന്നുകൂടി കണക്ക് ചെയ്യാമെന്ന്. കണക്ക് കറക്റ്റ് ഉസ്താദിന് PM വരും, ഉസ്താദ് മറക്കണ്ട. മൊത്തം നമ്മുടെ STVയിൽ വന്ന സ്വലാത്ത് സുബ്ഹിക്ക് ഉള്ള സ്വലാത്തുകളാണ്. അത് എല്ലാ മാസം ദുആ ചെയ്യുന്നതാണ്. 1,32,784 ഉണ്ട്. ഇൻഷാ അല്ലാഹ് PM വരും. ഉസ്താദ് എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി ഉസ്താദ് ദുആ ചെയ്യണം സൗകര്യം പോലെ. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും കുഴപ്പമില്ല. ദുആ വസിയത്തോടെ മൈക്ക് കൊടുന്ന് ചോദ്യകർത്താക്കന്മാർ മൈക്കിലേക്ക് വരാം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുകൊണ്ട് ഉസ്താദ് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. ഉസ്താദ്, ഞാൻ ഒരു ചെറിയ സംശയമാണ്. ഈ നമ്മൾ പ്രസവിച്ച ചെറിയ കുട്ടികളെ എല്ലാ ദിവസവും കുളിപ്പിക്കുന്നുണ്ടല്ലോ, ഇത് സുന്നത്തായിട്ട് കുളിപ്പിക്കാനുള്ള അതിന് നിയത്ത് ചെയ്താൽ അതിന്റെ കൂലി കിട്ടുമോ? ഈ നമ്മൾ രാവിലെ ഈ ചെറിയ കുട്ടികളെ പ്രസവിച്ച കുട്ടികളെ എന്ത് ചെയ്യുന്ന കുറെ ദിവസം കുളിപ്പിക്കാറുണ്ട്, അത് സുന്നത്താക്കിയാണ്ട് കുളിപ്പിക്കാനുള്ള അതിന്റെ കൂലി കിട്ടുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. മൈക്കൂടുന്നു. അസ്സലാമു അലൈക്കും. അങ്ങനെ ഒരു സുന്നത്തായ കുളി ഇമാമിയങ്ങളൊന്നും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. മനസ്സിലായോ? സുന്നത്തായ കുളികളുടെ കൂട്ടത്തില് ചെറിയ കുഞ്ഞുങ്ങളെ ദിവസം കുളിപ്പിക്കുന്നുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷെ അതൊരു സുന്നത്തായ കുളിയായിട്ട് ഇമാമിയങ്ങളൊന്നും പറഞ്ഞു കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സുന്നത്ത് കരുതി കുളിപ്പിക്കണമെങ്കിൽ ഞമ്മക്ക് ഇജ്തിഹാദ് സ്വന്തം ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. മഹാന്മാരായ ഇമാമിയങ്ങള് അവരുടെ ഏതെങ്കിലും കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. നല്ല കാര്യം തന്നെയാണ്, നല്ലാതെ സുന്നത്തായിട്ട് കണ്ടിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഉസ്താദ് നടത്തിയ ദർസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ആദ്യം ആൾക്കാർ ചോദിക്കുക, പിന്നെ അതിനുശേഷം മറ്റുള്ളവർ മറ്റു ചോദ്യം ചോദിക്കുക. ഉസ്താദേ, നേരത്തെ നാം ഓതിയ ഇതില് ബുക്കൂറുൻ ലിഗൈരി ഖതീബിൻ, ഖതീബ് അല്ലാത്തവർ രാവിലെ പോകണം എന്ന് പറഞ്ഞു. പിന്നീട് പറയേണ്ടത് അമ്മൽ ഖതീബു എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞത് അമ്മൽ ഇമാമു വൈസന്നുലഹു തഖീറു എന്നാണ്. ഒരു സ്ഥലത്ത് ഖതീബും മറ്റൊരു ഇമാമും, ചിലവർ ഖുതുബ ഓതുന്നവർ അല്ലാത്തവർ ഇമാമത്ത് നിൽക്കുന്നതിനെ കുറിച്ചാണോ ഉസ്താദ് പറയുന്നത്? അങ്ങനെ ആകുമ്പോൾ ഇമാമ് നിൽക്കുന്ന ഒരാളും ഖതീബ് ഖുതുബ നിൽക്കുന്ന ഒരാളും, അതായത് ഖുതുബ പൂർണ്ണമായി കേട്ട ഇമാമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹാൽ എങ്ങനെയാണ് ഉസ്താദെ? സൗണ്ട് കുറവാണോ? ഒന്ന് വിശദീകരിച്ചു തന്നായിരിക്കും. അസ്സലാമു അലൈക്കും. സാധാരണ ഗാലിബിനെ നോക്കിയിട്ടാണ് ആ ഇബാറത്ത്. ഗാലിബ് സാധാരണഗതിയിൽ ഖതീബ് തന്നെ ഇമാം ആവലാണ് ആദത്ത്. അതുകൊണ്ട് ഖതീബ് എന്ന് ഉപയോഗിച്ച അതേ അർത്ഥത്തിന് തന്നെയാണ് ഇമാമ് എന്ന് ഉപയോഗിച്ച്. എന്നാൽ നിയമപരമായി ഖുതുബ മുഴുവനായി കേട്ട ഒരാളെ ഇമാമായി നിർത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല, സഹിയാവും.
ഖുത്ബ ഓതിയ ആള് തന്നെ ഇമാമായി കൊള്ളണം എന്ന് ഷർത്തില്ല. പക്ഷേ ഖുത്ബ മുഴുവനായി കേട്ട ആളായിരിക്കണം എന്നത് ഷർത്താണ്. അങ്ങനെ പറ്റും. സാഹചര്യത്തിൽ ഇമാമിന് ആവശ്യം വന്നു, മറ്റൊരാൾ ഇമാമ് നിൽക്കേണ്ട ആവശ്യം വന്നു, ഇമാമിന് ഇമാമിക്കുന്നതിന് എന്തോ തടസ്സം ഉണ്ടായി. അങ്ങനെ വരുമ്പോൾ ഖുത്ബ മുഴുവനായി കേട്ട ഒരാള് ഇമാമ് നിൽക്കാവുന്നതാണ്. കൂട്ടത്തിൽ ഉണർത്തട്ടെ, മിനിയാന്ന് ചോദിച്ച ചോദ്യത്തിന്റെ കൂട്ടത്തില് അവിടെയും ഈ വിശദീകരണം ആവശ്യമുണ്ട്. അന്ന് അവിടെ ചുരുക്കി പറഞ്ഞത് കൊണ്ട് വിശദീകരണം ഉണ്ടായിട്ടില്ല. അതായത് ഒരാൾ ചോദിച്ചല്ലോ, ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഖതീബിന് വുദു മുറിയുകയോ മറ്റോ ചെയ്തു, അങ്ങനെ മറ്റൊരാളെ നായിബാക്കിയാൽ അയാൾക്ക് ഈ ഖതീബ് നേരത്തെ ഓതിയതിന്റെ ബാക്കി ഓതിയാ മതിയോ, അല്ല തുടർന്ന് ഫസ്റ്റ് മുതൽക്ക് തന്നെ ഓതണോ എന്ന് ചോദിച്ചപ്പം ഫസ്റ്റ് മുതൽക്ക് ഓതണം എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവിടെ വിശദീകരണം ആവശ്യമുണ്ട്. നേരത്തെ ഓതിയ മുഴുവൻ ഭാഗം കേൾക്കാത്ത ഒരാളാണെങ്കിലാണ് ഫസ്റ്റ് മുതൽക്ക് തന്നെ ഓതണം എന്ന് പറഞ്ഞത്. അതേ സമയത്ത് അതുവരെ മുഴുവനുള്ള ഓതിയ ഖുത്ബ കേട്ട ഒരാളാണ് പകരമാക്കുന്നതെങ്കിൽ അയാൾക്ക് ബാക്കി ഓതിയാൽ മതി എന്നാണ്. അത് തന്നെയാണ് ഇവിടത്തെയും കണക്ക്. ഖതീബ് തന്നെയാണ് ഇമാമ് നിൽക്കേണ്ടത്, അതാണ് അഫ്ദലും. ഇനി വല്ല ഉദ്റും ഉണ്ടെങ്കിൽ ഖതീബ് മറ്റൊരാളെ പകരം നിർത്താം. പക്ഷേ ആ പകരമായി നിൽക്കുന്ന ആള് ഖുത്ബ മുഴുവനായി കേട്ട ആളായിരിക്കണം. ഇബാറത്ത് അങ്ങനെ വരാൻ ഗാലിബ് കൊള്ള നോക്കിയിട്ടാണ്. ഗാലിബ് ഖുത്ബ ഓതിയ ആള് തന്നെയായിരിക്കും ഇമാമ് എന്നതുകൊണ്ട് ഇമാമ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഖതീബ് എന്ന് തന്നെയാണ്. ഓക്കെ. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. ഇന്നലത്തെ ഒരു ദർസിൽ ഉസ്താദെ ഖാല ശൈഖുന ലാ തജിബുൽ ജുമുഅത്തു അലാ അർബഈന ബഅ്ദുഹും അസം എന്ന് പറഞ്ഞു. ഇവിടെ ഈ ചൂട് സമയത്ത് ഇവിടെ കൂടുതൽ ആൾക്കാർ ലേബർമാരാണ് പള്ളിയിൽ ഉണ്ടാവുക. അപ്പോൾ വന്ന ഉടനെ തന്നെ അവര് ഇങ്ങനെ പള്ളിയിൽ ഉറങ്ങുകയാണ്. കൂടുതൽ ഖുത്ബ കേൾക്കാൻ അറിയില്ല. ഇനി കേട്ടാൽ തന്നെ അവർക്ക് ഫർള് വേർതിരിച്ചിട്ടും അറിയില്ല ഉസ്താദെ. അപ്പോൾ ഈ ഉറങ്ങുന്നവരും അല്ലെങ്കിൽ തീരെ അറബി അറിയാത്തവരും അവരുടെ നിയമം എന്താണ് ഉസ്താദ്? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അറബി തീരെ അറിയാത്തത് കൊണ്ട് പ്രശ്നമില്ല, അവർ കേട്ടാ മതി. അതോടുകൂടി തന്നെ ഫർള് ഏത് സുന്നത്ത് ഏതെന്ന് വേർതിരിച്ചറിഞ്ഞുകൊള്ളണം എന്നും ഷർത്തില്ല. ഫർളും സുന്നത്തും വേർതിരിച്ചറിഞ്ഞുകൊള്ളണം എന്ന് ഷർത്തില്ല. മനസ്സിലായിക്കൊള്ളണമെന്നില്ല, കേട്ടാ മതി. പക്ഷേ ഉറങ്ങുന്ന ആള് എണ്ണത്ത് കൂടൂല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ കേൾക്കുന്ന 40 ആള് തന്നെ വേണം. ഈ 40 ആളുകളിൽപ്പെട്ട ഒരാൾ ഉറങ്ങിപ്പോയി, ഖുത്ബ മുഴുവനായോ അല്ലെങ്കിൽ ഖുത്ബയുടെ ഏതെങ്കിലും ഫർദുകളോ അയാൾ കേട്ടിട്ടില്ലെങ്കിൽ 40 ആളെ ഖുത്ബ കേൾപ്പിക്കുക എന്ന ഷർത്ത് ഇല്ലാത്തത് കൊണ്ട് ആ ഖുത്ബ സഹിയാവൂല, ജുമയും സഹിയാവൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉറങ്ങിയിട്ട് കേൾക്കാതെ വന്നാല്, ഫർദുകളിൽപ്പെട്ട ഒരു ഫർദെങ്കിലും കേൾക്കാതെ വന്നാൽ ഇയാളോട് കൂടിയ 40 തികയോ ഉള്ളുവെങ്കിൽ ഇട്ടോ. അല്ലാതെ വേറുള്ളവര് തന്നെ കേൾക്കുന്നവരുണ്ടെങ്കിലോ ജുമ സഹിയാൻ ഖുത്ബ കേൾക്കൽ ഷർത്തില്ല. മനസ്സിലായില്ലേ? അപ്പോ ഒരു ചങ്ങായി വന്ന് ഒതു കൊടുത്ത് കണ്ട് നല്ല മുമക്കിനായിട്ട് ഇരിപ്പിടം ഉറപ്പിച്ചിരുന്നു, ആ ഉറക്കാട് ഉറങ്ങി. മൊല്ലാക്ക് ഇഖാമത്ത് കൊടുത്തപ്പോ ഒരാൾ ഇങ്ങനെ തോണ്ടി, അപ്പോഴാ അയാൾ ഉണരുന്നത്. എഴുന്നേറ്റ് സ്കരിച്ചാലും ജുമാ സഹിയാവും. പക്ഷെ എന്ത് വേണം? 40 ആള് ശരിക്ക് ജുമാ ഫർളുള്ള 40 ആള് കേട്ടിരിക്കണം. അതാ സുഹരിക്ക് ഒച്ച മാഫി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഉസ്താദ് പറഞ്ഞല്ലോ ഇപ്പൊ റമദാനില് ഒരു പ്രത്യേക സുന്നത്ത് കുളിയുണ്ട്. അപ്പൊ അതിനെന്താ പ്രത്യേക നിയത്തുണ്ടോ? അല്ല റമദാനിലേക്ക് പിന്നെ തറാവയ്ക്ക് വേണ്ടിയുള്ള കുളി വിളിക്കുന്ന നിയത്ത് ചെയ്താൽ മതിയോ? റമദാനിലെ കുളി നിയത്ത് ചെയ്താൽ മതിയോ എന്ന്
സാധാരണ കുളിന്റെ കൂടെ അങ്ങനെ നിയത്ത് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. ആ റമദാന്റെ സുന്നത്തായ കുളി തന്നെ ഓരോ രാത്രിയും റമദാനിന്റെ ഓരോ രാത്രിയും സുന്നത്തുണ്ട് കുളി. അത് മഗ്രിബ് മുതൽ ഫജ്ർ സ്വാദിഖ് വെളിവാണ് ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും ആവാം. അപ്പോ റമദാനിലെ സുന്നത്താക്കപ്പെട്ട കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതി. അതിപ്പോ ജനാബത്ത് കുളി വിളിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ കരുതിയാൽ രണ്ടും കിട്ടും. കരുതിയാലേ കൂലി ഇട്ടുള്ളൂ, മറ്റേ കൽപ്പന വിടുന്നു അത്ര. അപ്പൊ ജനാബത്ത് കുളിക്കുകയും റമദാന്റെ രാത്രി സുന്നത്താക്കപ്പെട്ട കുളി കുളിക്കുകയും ചെയ്യുന്നു എന്ന് രണ്ടും കരുതിയാൽ ഒരു കുളി കൊണ്ട് തന്നെ രണ്ടും കിട്ടുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ് ഉസ്താദ്. ഉസ്താദ്, പിന്നെ ഇപ്പോൾ നോമ്പിന് പൊതുവെ എല്ലാ വർഷവും വയലക്സിൽ തന്നെ പ്രത്യേകിച്ച് ആള് വളരെ കുറവായിരിക്കും. എന്നാലും അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ ക്ലാസ്സിൽ ആളുകൾ സജീവമായിട്ടുണ്ട്. എല്ലാവർക്കും കുറേ ആളുകൾ PM അടിച്ചിരുന്നു. ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും താല്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിനെ പ്രത്യേകം അറിയിക്കുന്നു. പിന്നെ ഉസ്താദ്, ഒരു ചോദ്യം തറാവീഹുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഒരു 20 തറാവീഹ് നിസ്കരിക്കുന്ന ഒരു ഇമാം, അദ്ദേഹം വളരെ ഇങ്ങനെ നീട്ടി സൂറത്ത് ഓതുന്ന ഒരാൾ, ഖുർആൻ ഹാഫിദാണെന്ന് ഹാഫിദ് ആയിക്കൊണ്ട് തന്നെ നീട്ടി ഓതുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരാൾ ഈ 20 നിസ്കരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പിന്നെ വളരെ തിരക്കോടുകൂടി പള്ളിയിൽ എത്തിപ്പെട്ടാൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും മറ്റുമൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ നീട്ടി നിസ്കരിക്കുന്ന ഇമാമിൻ്റെ കൂടെ ഇമാമ് 10 നിസ്കരിക്കുന്നതിലിടക്ക് അദ്ദേഹം 20 പൂർത്തിയാക്കി. അങ്ങനെ അദ്ദേഹം പിന്നെ ഇമാമ് ഫസ്റ്റിലത്തെ ഒരു റക്കാത്ത് ഇമാമോട് കൂടി കിട്ടിയപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇമാമിനെ വിട്ട് വിരിഞ്ഞ് സ്വന്തമായിട്ട് ഒരു റക്കാത്ത് പൂർത്തിയാക്കി. ഇമാമ് രണ്ടാമത്തെ റക്കാത്തിലേക്ക് വന്നപ്പോൾ വേഗം ഇദ്ദേഹം ഇമാമിൻ്റെ കൂടെ കൈകെട്ടി ഇമാമിൻ്റെ കൂടെ സലാം വീട്ടുന്നത് വരെ തുടർന്ന് ഒരു റക്കാത്ത് പിന്നീട് കൊണ്ടുവന്നു. അങ്ങനെ ഇമാമ് 10 റക്കാത്ത് നിസ്കരിക്കുമ്പോഴേക്ക് ഇദ്ദേഹം 20 റക്കാത്ത് പൂർത്തിയാക്കി. എന്നാൽ അദ്ദേഹത്തിന് ഇമാമിന്റെ 20 റക്കായത്തിനും ഇമാമിന്റെ കൂലി കിട്ടുമോ, നിസ്കാരത്തിൽ വല്ല കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. ഇമാമിന് നീട്ടി നിസ്കരിക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ പെട്ട കാരണം ഫർദ് നിസ്കാരമല്ലല്ലോ. ധൃതിയുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. കൂടിയ ജമാഅത്തിന് കൂലിയും കിട്ടും. കാരണം എന്താ വെച്ചാൽ അയാൾ വിട്ടുപിരിയുന്ന എഴുതർ കൊണ്ടായത് കൊണ്ട് കൂലി നഷ്ടപ്പെടൂല, ചെയ്യണോണ്ട് തെറ്റൂല. കാരണം ഇനി വേണമെങ്കിൽ ഒറ്റക്ക് നിസ്കരിച്ചാലും കുഴപ്പമില്ലല്ലോ. തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഉജൂബുള്ളൊന്നും അല്ലല്ലോ. ജമാഅത്ത് നല്ലതാണ്, സുന്നത്ത് തന്നെയാണ്. എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതുകൊണ്ടും യാതൊരു കുഴപ്പമില്ല. തറാവീഹ് ഒറ്റക്കും നിസ്കരിക്കാം. ഇനി ഈ പറഞ്ഞ രീതി പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും പറ്റും. ഒരു റക്കായത്ത് ഇമാമിന്റെ കൂടെ കഴിഞ്ഞു, രണ്ടാമത്തെ റക്കായത്തിൽ ഇയാൾ വേഗം എഴുന്നേറ്റ് ഒരു റക്കായത്ത് നിസ്കരിച്ചു, എന്നിട്ട് രണ്ടാമത് അയാളോട് ആ ഒരു റക്കായത്തിൽ തുടർന്നു. രണ്ടാമത്തെ റക്കായത്ത് അതേ റക്കായത്തിൽ തന്നെ അയാൾക്ക് തുടരാൻ കഴിയുമല്ലോ, താമസിച്ച് നിസ്കരിക്കുന്ന ആള് വേഗം നിസ്കരിക്കുന്ന ആളുമായിട്ട്. അങ്ങനെ അയാൾ ജമാഅത്തിന്റെ കൂലിയൊക്കെ കിട്ടും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഭംഗിയുള്ള കോലാണോന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സ്പീഡിൽ നിസ്കരിക്കുന്ന വേറെ ഇമാമിനെ കിട്ടുമെങ്കിൽ അവിടെ നിസ്കരിച്ചോട്ടെ, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കണതിനും കുഴപ്പമില്ല. ഇങ്ങനെ നിസ്കരിച്ചാലും ജമാഅത്തിന്റെ കൂലി കിട്ടും, വിട്ടു പിരിഞ്ഞത് എഴുതർ കൊണ്ടായതിനാൽ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങളിൽ സൂര്യൻ മധ്യത്തിലായ അവസരത്തിൽ എന്ന് പറഞ്ഞു, അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. ഏതാണ് ആ സമയം, എത്ര സമയമുണ്ട് എന്നുള്ളതൊന്ന് വിശദീകരിച്ച ഒരാൾ ചോദിച്ചതാണ് താല്പര്യം. അസ്സലാമു അലൈക്കും. അത് കുറഞ്ഞ സെക്കൻഡുകളെ ഉണ്ടാവുള്ളൂ. നേരെ മൂർത്താവിന്റെ നേരെ നട്ടുച്ച വരുന്ന സമയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. ആ സമയത്ത് ഒരു നിസ്കാരം പൂർണ്ണമായിട്ട് നിസ്കരിക്കാൻ കഴിയില്ല. ആ സമയത്ത് നിസ്കാരം തുടങ്ങാന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ആ സമയത്ത് തുടങ്ങാൻ പാടില്ല. എന്നാൽ വെള്ളിയാഴ്ച അതിന് കുഴപ്പമില്ലാണ്. സൂര്യൻ നേരെ മൂർത്താവിന്റെ നേരെ നദ്യത്തിൽ വരുന്ന സമയത്ത് വെള്ളിയാഴ്ച കുഴപ്പമില്ല നിസ്കരിക്കാം. അല്ലാത്ത ദിവസങ്ങളിൽ ആ സമയത്ത് കറാത്താണ്. ആ സമയത്ത് നിസ്കാരം തുടങ്ങൽ കറാത്താണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഒരു നിസ്കാരം നിസ്കരിക്കാൻ ആവശ്യമായ സമയം അതില്ല. മറ്റുള്ള സമയങ്ങളാണ് അസറിന്റെ ശേഷമുള്ള സമയം മഗ്‌രിബ് വരെ നീണ്ടുക്കും. അതുപോലെ സുബഹിന്റെ ശേഷമുള്ള സമയം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആവോളം നീണ്ടുക്കും. എന്നാൽ നട്ടുച്ച സമയത്ത് അതില്ല.
സൂര്യൻ നേരെ മധ്യത്തിലാകുന്ന സമയം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സെക്കൻഡുകളെ അതുണ്ടാവും. ആ സമയത്ത് നിസ്കാരം തുടങ്ങാൻ പാടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒച്ചയില്ല. ഉസ്താദെ, ഒരാള് ജുമാന്റെ അന്ന് രാവിലെ സുബ്ഹിക്ക് നിസ്കാരത്തിന് പോകുമ്പോൾ അദ്ദേഹം സ്വബി നിസ്കരിക്കുന്നു, അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു, അൽ കഹ്ഫ് ഓതുന്നു. ആ സമയത്തൊക്കെ അവൻ പോകുമ്പോൾ നിയ്യത്ത് ചെയ്യുന്നു, ഞാൻ ജുമാക്ക് വേണ്ടി പോവുകയാണ് എന്ന്. പിന്നീട് കുളിക്കാനും വേണ്ടി പിന്നീട് ഒരു 8 മണി 7 മണിയാകുമ്പോൾ തിരിച്ചു വരുന്നു. എന്നാൽ ഇവന് ഈ രാവിലെ പോയ കൂലി കിട്ടുമോ, അതല്ല ഈ ജുമാക്കായി പോകുന്ന സമയത്തിന്റെ കൂലി മാത്രമേ കിട്ടുകയുള്ളൂ, അങ്ങനെ കരുതാൻ പറ്റുമോ എന്നതാണ്. അസ്സലാമു അലൈക്കും. ആ രാവിലെ പോകുമ്പോ രണ്ടുകൂടി കരുതി പോയി, പക്ഷേ തിരിച്ചു വന്നാൽ അതോടുകൂടി അത് മുറിഞ്ഞു. രണ്ടാമത് കുളിയൊക്കെ കഴിഞ്ഞ് ജമ്മാക്ക് വേണ്ടി എപ്പോഴാ പോട്, അവിടെ മുതൽക്കേ കണക്ക് കൂട്ടുള്ളൂ. അത് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പോയിട്ട് എന്തോ സംഗതി വശാൽ ഇടക്ക് പോന്നു, രണ്ടാമത് വന്നപ്പോ ഉദാഹരണം ഒന്നാമത്തെ സഹായത്തിലാണ് ഇവൻ പോയത്, പിന്നെന്തോ സംഗതി വശാൽ തിരിച്ചു പോന്നു, രണ്ടാമത് പോന്നു, മൂന്നാമത്തെ സഹായത്തിലാണ് ഒട്ടിക്കോളി. ആ മൂന്നാമത്തെ സഹായത്തുകാരനായിട്ട് അവൻ എണ്ണുള്ളൂ, നേരത്തേത് എണ്ണൂല. സിസേറിയന് വേണ്ടി ബോധം കെടുത്തിയാല് നോമ്പ് മുറിയോന്ന്? ബോധക്കേട് ഫജ്ർ മുതൽക്ക് മഗ്‌രിബ് ആവുന്നത് വരെ മുഴുവനായി ബോധക്കേട് ഉണ്ടെങ്കിലേ നോമ്പ് മുറിയുള്ളൂ. പകലിന്റെ അല്പസമയമെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല. മനസ്സിലായില്ലേ? നോമ്പ് മുറിയുന്നതിന് അങ്ങനെ ഭ്രാന്താണെങ്കിൽ 1 സെക്കൻഡ് സമയം ഉണ്ടായാലും നോമ്പ് മുറിയും. അതേ സമയത്ത് ബോധക്കേട് അതിന്റെ തൊട്ട് താഴെയാണ്. പകൽ മുഴുവനായിട്ട് ബോധക്കേട് സംഭവിച്ചാൽ നോമ്പ് മുറിയും. അതേ സമയത്ത് പകൽ അല്പമെങ്കിലും ബോധം തിരിച്ചു കിട്ടിയാൽ നോമ്പ് മുറിയില്ല. ഉറക്കാണെങ്കിൽ പകല് മുഴുവനായി ഉറങ്ങിയാലും നോമ്പ് മുറിയില്ല. 3 ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നതാണ് താനും. ഉറക്ക്, ബോധക്കേട്, ഭ്രാന്ത്, 3 കൊണ്ടും ബുദ്ധിയുടെ വകതിരിവ് നീങ്ങും. പക്ഷേ ഭ്രാന്ത് 1 സെക്കൻഡ് സമയം ഉണ്ടായാലും നോമ്പ് മുറിയും. ബോധക്കേട് പകൽ മുഴുവനായി ഉണ്ടായാൽ നോമ്പ് മുറിയും. ഉറക്ക് പകൽ മുഴുവനായി ഉണ്ടായാലും നോമ്പ് മുറിയില്ല. അപ്പൊ അതിന്ന് മനസ്സിലായല്ലോ, ബോധം കെടുത്തി എന്നതുകൊണ്ട് മാത്രം നോമ്പ് മുറിയില്ല, അത് പകൽ മുഴുവനായിട്ടുണ്ടായാൽ നോമ്പ് മുറിയും. അന്നത്തെ നോമ്പ് എണ്ണപ്പെടൂല. അതെ, ഇഞ്ചക്ഷൻ ചെയ്താല് നോമ്പ് മുറിയോ ഇല്ല എന്നല്ല? ഇഞ്ചക്ഷൻ 2 ജാതി ഉണ്ട്. ഇഞ്ചക്ഷൻ സാധാരണ കൈപ്പലക്ക്, അതുപോലെ തന്നെ ചന്തിമ്മല് ഒക്കെ ചെയ്യുന്ന മാംസത്തിലേക്ക് സൂചി വെക്കുന്ന ആ ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയില്ല, അതിൽ തർക്കമില്ല. എന്നാൽ ഞരമ്പിലേക്ക് കുത്തി നമ്മൾ ഗ്ലൂക്കോസ് ഒക്കെ കൊടുക്കുന്നത് പോലെ കൊടുത്താൽ നോമ്പ് മുറിയോ മുറിയില്ലേ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ബലപ്പെട്ടത് നോമ്പ് മുറിയും എന്നതാണ്. അപ്പോ ഞരമ്പിലേക്ക്, കാരണം ഉള്ളുപൊള്ളയായ ഭക്ഷണത്തെയോ മരുന്നിനെയോ ദഹിപ്പിക്കാൻ പറ്റുന്ന ഉള്ളുപൊള്ളയായ സ്ഥലത്തേക്ക് തടിയുള്ള വസ്തു പ്രവേശിക്കുക എന്നാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഉള്ളുപൊള്ളയായ സ്ഥലം എന്ന് പറഞ്ഞത് ഞരമ്പും പെട്ട്. ആ ഞരമ്പിന്റെ ഉള്ളിലാണെങ്കിലോ ഭക്ഷണം ദഹിപ്പിക്കാൻ പറ്റൂലെങ്കിലും മരുന്ന് ദഹിപ്പിക്കാനും പറ്റും. അപ്പൊ അതിലേക്ക് കേറ്റുന്ന നിലക്ക് ഉള്ള ഇഞ്ചക്ഷൻ ആണെങ്കിൽ നോമ്പ് മുറിയും എന്നതാണ് മാറ്റമത്. അസ്സലാമലൈക്കും ഉസ്താദെ,
ഈ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ, പണ്ഡിതന്മാരോട് സാലിഹ്യങ്ങളോടൊക്കെ വസിയത്ത് ചെയ്യുമ്പോൾ കാലാകാലത്തൊക്കെ അത് മതിയോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതുക്കണോ ദുആ വസിയത്ത്? ആ ദുആയിൽ നമ്മൾ ഉൾപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും. ഒരിക്കൽ പറഞ്ഞാൽ തന്നെ മതിയാവും, എന്നാലും സൗകര്യപ്പെടുമ്പോൾ ആവർത്തിക്കുന്നത് നല്ലതുമാണ്. മനസ്സിലായില്ലേ? ഒരാളെ നമ്മൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ദുആയിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദുആയിലൊക്കെ നമ്മൾ ഉൾപ്പെടും. എന്നാലും സ്വാലിഹീങ്ങളായ ആളുകളോട് ഖൈറിന് വേണ്ടിയിട്ടാണല്ലോ ആവർത്തിക്കുന്നത്. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ആവർത്തിക്കുന്നത് നല്ലത് തന്നെയാണ്. ഞാൻ ആവർത്തിച്ചിട്ടില്ലെങ്കിലും നിങ്ങളുടെ ദുആകളിലൊക്കെ എന്നെയും ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ അപേക്ഷിച്ചാൽ അദ്ദേഹം അത് സ്വീകരിച്ചാൽ അത് അദ്ദേഹത്തിന്റെ എല്ലാ ദുആയിലും നാം ഉൾപ്പെടും ഇൻഷാ അല്ലാഹ്. അതെ, ഒരാള് തറാവി നിസ്കാരം ജമാഅത്തായിക്കൊണ്ട് 10 റക്അത്ത് നിസ്കരിച്ചു. പിന്നീട് ജോലിക്കൊക്കെ പോയി വന്ന ശേഷം 10 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ വിത്തറും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ വിത്തറ് 2 റക്അത്ത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയും പിന്നെ തഹജ്ജുദ് നിസ്കരിച്ച ശേഷം 1 റക്അത്ത് നിസ്കരിച്ചാലും അങ്ങനത്തെ നിസ്കാരം തെറ്റുണ്ടോ, കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. കുഴപ്പമില്ല, ഒക്കെ പറ്റും. അതായത് 10 റക്അത്ത് ജമാഅത്തായിട്ട് നിസ്കരിച്ചു, നമ്മൾ ജോലിക്ക് പോകേണ്ട സമയമായി, നിർത്തിപ്പോയി. പിന്നെ ജോലി കഴിഞ്ഞ് വന്ന് സുബഹിയായിട്ടില്ല, സമയം ബാക്കി ഉണ്ടെങ്കിൽ ആ സമയത്ത് ബാക്കി നിസ്കരിച്ചാൽ മതി. എന്നാൽ അതിന്റെ ഷർത്തത്തിലേ ഉള്ളൂ, ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബഹിയാണതിന് മുമ്പ് നിസ്കരിക്കണമെന്നേ ഉള്ളൂ. തുടങ്ങേണ്ട ഇശാ നിസ്കരിച്ചതിന് ശേഷമാണ്, ഫജ്റാണതിന് മുമ്പ് തീരണം, അത്രേ ഉള്ളൂ. ഒരേ സമയത്ത് ഇരുവും ഒന്നിച്ച് നിസ്കരിച്ചോളണം എന്നില്ല. അപ്പൊ ചോദ്യത്തിൽ പറഞ്ഞേക്ക് ആദ്യം 10 നിസ്കരിച്ചിട്ട് പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ട് സുബഹിന് മുമ്പ് സമയം ഉണ്ടെങ്കിൽ ബാക്കി 10 നിസ്കരിച്ചാലും മതി. അതുപോലെ തന്നെ വിത്തറ് 2 റക്അത്ത് ഇമാമിന്റെ കൂടെ വിത്തറ് എന്ന നെയ്യത്തോടു കൂടി നിസ്കരിച്ചു. പിന്നെ ബാക്കി നമ്മളെ നിസ്കാരത്തിന്റെ ലാസ്റ്റില് തഹജ്ജുദൊക്കെ കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് 1 റക്അത്ത് വിത്തറ് നിർത്തി നിസ്കരിച്ചാൽ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് 3 നേരത്തെ നിസ്കരിച്ച് വിത്തറാക്കിയെങ്കിൽ ഇനി പിന്നെ രണ്ടാമത് ബാക്കി വിത്തർ നിസ്കരിക്കാൻ പറ്റൂല. അത് പ്രത്യേകം മനസ്സിലാക്കുക. വിത്തർ പൂർത്തിയായാലും ഒറ്റ അവസാനം വരുമ്പോഴാണ്. ഉദാഹരണം 2 നിസ്കരിച്ചു, പിന്നെ 2 നിസ്കരിച്ചു, അങ്ങനെ 10 വരെ നിസ്കരിച്ചു, എന്നാല് പിന്നെ 1 വേറെ പിന്നെ നിസ്കരിക്കാം. അതേ സമയത്ത് ആദ്യം തന്നെ 3 എണ്ണം നിസ്കരിച്ചു, എന്നാ പിന്നെ അന്ന് രാത്രി പിന്നെ വേറെ വിത്തറില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതിപ്പോ ചോദ്യത്തിൽ പറഞ്ഞേക്ക് ആദ്യം 2 നിസ്കരിച്ചിട്ടുള്ളൂ, എന്നാ പിന്നെ ബാക്കി ഇനി ഒന്നുകൂടി നിസ്കരിച്ചിട്ട് വിത്തറാക്കാം, കുഴപ്പമില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ചെറുപ്പത്തില് കുറെ കാലം നിസ്കാരം ഒഴിവാക്കി നടന്ന ഒരാള് ഒരു 30 വയസ്സായപ്പോൾ ഞാൻ കണ്ടു അദ്ദേഹം സുന്നത്ത് നിസ്കരിക്കലാണ്, ളുഹറിന് ശേഷം സുന്നത്ത് നിസ്കരിക്കലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓരോ വക്തിന്റെ കൂടെയും ഓരോ ഫർള് ഖളാ വീട്ടി നിസ്കരിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തോളം നിസ്കരിച്ചു. ഇപ്പോൾ അയാൾ ചോദിക്കുന്നു ഇനിയും അത് കണ്ടിന്യൂ ചെയ്യണോ, ഞാൻ എത്രയാണ് നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ളതെന്ന് യാതൊരു പ്രത്യേക ഒരു ഐഡിയ ഇല്ല, അപ്പൊ ഇനിയും കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അയാൾക്ക് ഖളാ ഉള്ളപ്പോ തറാവീഹ് നിസ്കരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ തറാവീഹിന് പകരവും ഇതുപോലെ 4 റക്അത്ത് വെച്ച് ളുഹറും അസറും ഇശായും ഒക്കെ നിസ്കരിച്ച് പിന്നെ 3 റക്അത്ത് മഗ്രിബ് 2 സുബ്ഹി നിസ്കരിച്ച് 20 റക്അത്ത് പൂർത്തിയാക്കുകയും അവസാനം 3 റക്അത്ത് മഗ്രിബ് കൊണ്ട് വിത്റാക്കി പൂർത്തിയാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ ചെയ്യുന്ന സമയത്ത്, ഈ നിസ്കരിക്കുന്ന സമയത്ത് തറാവീഹും കൂടെ ചേർത്ത് അതിൽ നിയ്യത്ത് ചെയ്താൽ അതിന്റെ കൂലി കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഫർളിന്റെ കൂട്ടത്തിൽ സുന്നത്ത് കരുതാൻ പറ്റൂല നിസ്കാരത്തിലേ. ഫർള് നിസ്കാരത്തിന്റെ കൂടെ സുന്നത്തോടി കരുതാൻ പറ്റൂല. അതല്ലെങ്കിൽ തന്നെ അയാൾ അള്ളാഹ്ക്ക് അറിയാലോ, അദ്ദേഹത്തിന്റെ സതുദ്ദേശത്തോടു കൂടി ഇന്ത്യക്കൽ കണ്ട വീഴ്ച പരിഹരിക്കുകയാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അയാൾ ആ ഫർളാണ് ഖളാ വീട്ടിയാൽ മതി. അള്ളാഹു തആല ഈ നഷ്ടപ്പെടുന്ന സുന്നത്തൊക്കെ അയാൾക്ക് കൂലി കൊടുത്തോളും. നല്ല നിലക്ക് കഴിയുന്നത്ര വേഗം. ഏതായാലും അയാൾ 15ാമത്തെ വയസ്സിൽ പ്രായപൂർത്തി എത്തിയെന്ന് കൂട്ടിക്കോളി. 30 വയസ്സാകുമ്പോ 15 വയസ്സ്
കാലം നിസ്കരിച്ചിട്ടില്ല എന്ന് വെക്കാം. അതിൽ കുറയില്ലല്ലോ, അല്ലെങ്കിൽ അതിൽ കൂടുണ്ടാകാനും സാധ്യതയില്ല. അപ്പൊ അത്രയും സമയം വരെ ഒന്നിന്റെ പുറകെ ഒന്നായി നിസ്കരിക്കുക, അല്ലെങ്കിൽ കഴിയുന്ന ഇങ്ങനെ പ്രത്യേക സ്പെഷ്യൽ സമയങ്ങളിൽ എണ്ണം വെച്ച് കുറെ ദിവസത്തെ കൂട്ടി നിസ്കരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് ഏതായാലും ഇനി ബാക്കിയില്ല എന്ന് ഉറപ്പാകുന്നത് വരെ ആ ഫർള് നിസ്കരിക്കുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അങ്ങനെ വരുമ്പം എല്ലാ കൂലി അള്ളാഹുത്തല കൊടുക്കും. കൽബ് അറിയുന്നവനാണല്ലോ അള്ളാഹുത്തല. കൽബിലെ നിയ്യത്തിനാണ് പ്രവൃത്തിയേക്കാളും പ്രാധാന്യം. അപ്പൊ അള്ളാഹുത്തല അത് പൂർണ്ണമായും ഫർളുള്ളത് വീട്ടാൻ വേഗം തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യാം. വെള്ളിയാഴ്ച ജനാപത്ത് കുളിച്ച ഫജറിന്റെ ജനാപത്ത് കൂടെ ജുമാന്റെ കുളിയെ നേരത്ത് അതിന് ശേഷം വീണ്ടും ജനാപത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജുമാക്ക് വേണ്ടി കുളിക്കണം എന്നുള്ളതാണ്. വലൈക്കും അസ്സലാം. മനസ്സിലായി. അതായത് സുബൈക്ക് ഫജറായതിനു ശേഷം ജനാബത്ത് കുളിക്കുമ്പോൾ ജുമാന്റെ കുളിയും കൂടി കരുതി കുളിച്ചിരുന്നു. പിന്നീട് ജനാബത്തുണ്ടായാൽ ജനാബത്ത് മാത്രം കരുതി കുളിച്ചാൽ മതി, രണ്ടാമത് ജുമാന്റെ കുളി കരുതേണ്ടതില്ല. കാരണം നേരത്തെ കുളിച്ചത് കൊണ്ട് തന്നെ ജുമാന്റെ കുളിയുടെ സുന്നത്ത് കിട്ടിക്കഴിഞ്ഞു. അത് ഇനി രണ്ടാമത് മടക്കേണ്ടതില്ല. രണ്ടാമത് ജനാബത്ത് ഉണ്ടായപ്പോൾ ജനാബത്തിന് മാത്രം കരുതി കുളിച്ചാൽ മതി. നേരത്തെ നിയ്യത്ത് ചെയ്ത കുളി കൊണ്ട് തന്നെ ജുമാന്റെ കുളി കിട്ടുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഇപ്പോ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് പിന്നെ നോമ്പ് ബാത്തിലാവോ, നോമ്പ് പോവോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് സംശയിക്കുന്നു. അസ്സലാമു അലൈക്കും. അത് ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. രാത്രി അതൊക്കെ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് രക്തം എടുക്കുന്നത് കൊണ്ടല്ല കുഴപ്പം, മറിച്ച് രക്തം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഞരമ്പിന്റെ അകത്തേക്ക് സിറിഞ്ച് കുത്തിക്കേറ്റും. അപ്പൊ തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ഉള്ളു പൊള്ളയായ ഒരു സ്ഥലത്തേക്ക് തടിയുള്ള വസ്തു പ്രവേശിക്കുക എന്ന കാരണം കൊണ്ട് നോമ്പ് മുറിയാണ്. മനസ്സിലായില്ലേ? ഈ സൂചിന്റെ തല ഇതിന്റെ ഉള്ളിലേക്ക് ഞരമ്പിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണല്ലോ ചെയ്യാം, എന്നിട്ടാണ് രക്തം വലിച്ചെടുക്കുക. അപ്പോ രക്തം എടുക്കുന്നതുകൊണ്ടല്ല നോമ്പ് മുറിയുന്നത്, തടിയുള്ള ഒരു വസ്തു ഉള്ളുപൊള്ളയായ സ്ഥലത്തേക്ക് തുറന്ന ദ്വാരത്തിലൂടെ പ്രവേശിച്ചു എന്ന കാരണം കൊണ്ട് നോമ്പ് മുറിയും. അപ്പോ ബ്ലഡ് ഡൊണേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്, പക്ഷെ അത് രാത്രി ചെയ്യേണ്ടതാണ് റമളാൻ മാസത്തിൽ. മാസം കണ്ട നാട്ടിന്ന് കാണാത്ത നാട്ടിലേക്ക് യാത്ര പോയി, അതുപോലെ കാണാത്ത നാട്ടിന്ന് കണ്ട നാട്ടിലേക്ക് യാത്ര പോയി റമളാൻ മാസം. അവിടെ എങ്ങനെയാണ് നോമ്പിന്റെ കാര്യം എന്ന് അറിയാൻ പറ്റും? കണ്ട നാട്ടിൽ നിന്ന് നോമ്പ് എടുത്തുകൊണ്ട് കാണാത്ത നാട്ടിലേക്ക് ചെന്നാൽ ആ നോമ്പ് മുറിക്കാൻ പാടില്ല. എന്നാൽ രാത്രി കാലത്താണ് ഇവിടുന്ന് പോയത്, ഫജർ ആകുന്നതിന് മുമ്പ് ആ നാട്ടിലെത്തി, അവിടെ മാസം കണ്ടിട്ടില്ലെങ്കിൽ അവൻ നോമ്പ് എടുക്കേണ്ടതില്ല. രണ്ടും വ്യത്യാസമായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണം, സൗദി അറേബ്യയിൽ നരാവ് കണ്ടു നോട്ടിക്കോളിങ്ങള്. അങ്ങനെ ഇവിടുന്ന് നോമ്പെടുത്ത് നാട്ടിലെത്തിയ ഫജർ ആയതിനു ശേഷം എത്തി. അപ്പൊ നോമ്പുകാരനായിട്ടാണ് അവിടെ എത്തിയത്. പക്ഷെ അവിടെ എന്തായിട്ടില്ല, മാസം കണ്ടിട്ട് ഇല്ല, എന്നാൽ അവൻ നോമ്പുകാരൻ തന്നെയാണ്. അതേ സമയത്ത് രാത്രി മഹരാവ് കണ്ട് രാത്രി തന്നെ പോയി, ഫജർ ആണതിന് മുമ്പ് നാട്ടിലിറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ ഫജർ സുബഹി ആയിട്ടില്ല, അവിടെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ നിലാവ് കണ്ടിട്ടില്ല, എന്നാൽ അവൻ നോമ്പ് എടുക്കേണ്ട ആവശ്യമില്ല.
കാരണം ഒരു നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആ നാട്ടുകാരുടെ ഹുക്കുമാണ് എന്നാ. പക്ഷെ തുടർന്ന് അങ്ങോട്ടുള്ളതിനാണത്. പക്ഷെ നോമ്പുകാരനായിട്ട് വന്നവൻ മുസാഫിർ അല്ലാതായല്ലോ. അപ്പൊ നോമ്പ് മുറിക്കാനുള്ള എതിർ ഇല്ല. അപ്പൊ അവിടെ നാട്ടുകാർക്ക് നോമ്പില്ല പറഞ്ഞിട്ട് നോമ്പ് ഫർലായ സ്ഥലത്ത് നിന്ന് ഫർലായ സമയത്ത് നോമ്പ് എടുത്തതാണ്, മുറിക്കാൻ പാടില്ല. തിരിച്ചെത്തുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോ മാസം നിലവിലുള്ള നാട്ടിൽ നിന്ന് നോമ്പുകാരനായി പുറപ്പെട്ടു. ഉദാഹരണം നാട്ടിലാണ്, നാട്ടിലെ മാസം 30 എന്ന് കൂട്ടിക്കൂടി. അവിടെ നിലാവ് കണ്ടില്ല. അങ്ങനെ നോമ്പിന്റെ നെയ്യത്ത് ചെയ്ത് അവൻ പുറപ്പെട്ടു. സൗദി അറേബ്യയിൽ ഉദാഹരണം അല്ലെങ്കിൽ UAE വന്നിറങ്ങിയപ്പോ ഇവിടെ പെരുന്നാളാണ്. എന്നാൽ അവൻ നോമ്പ് മുറിച്ചോളണം, പെരുന്നാളിന് അവരെ കൂട്ടത്തിൽ കൂടണം. നാട്ടിൽ നിന്ന് 29 നോറ്റണമെങ്കിൽ ഇനി കളാ വീട്ടണ്ട. 28 നോറ്റിട്ടുള്ളൂ എങ്കിൽ ഒരു നോമ്പ് കളാ വീട്ടണം. എന്നാലും അന്ന് ആ നോമ്പ് പൂർത്തിയാക്കാൻ പാടില്ല. ആ നാട്ടുകാരുടെ കൂടെ പെരുന്നാൾ കഴിച്ചോളണം. നേരത്തെ 29 കിട്ടിയില്ലെങ്കിൽ അത് മതി, ഇനി ഒന്ന് കളാ വീട്ടേണ്ട ആവശ്യമില്ല. 28 കിട്ടിട്ടുള്ളൂങ്കിൽ ഒന്ന് കളാ വീട്ടേണ്ട ആവശ്യമുണ്ട്. ഇനി തല തിരിച്ചും വരാം. ഉദാഹരണം സൗദി അറേബ്യയിലാണ് മാസത്തിന്റെ ആദ്യത്തിലുള്ളത്. മാസത്തിന്റെ ആദ്യത്തിൽ സൗദി അറേബ്യയിലാണുള്ളത്. അന്ന് നിലാവ് കണ്ടനുസരിച്ച് നോമ്പ് എടുത്തു. പക്ഷെ നാട്ടിൽ ഒരു ദിവസം ബാക്കിലാണ് നിലാവ് കണ്ടത് നോക്കുക. അങ്ങനെ ഇവൻ ഇവിടത്തെ മാസം 30 അന്ന് ഇവിടുന്ന് അങ്ങോട്ട് നാട്ടിൽ ചെന്നു. ഇവന് 30 കഴിഞ്ഞു. നാട്ടിൽ അന്ന് 29 ആയിട്ടുള്ളൂ. പക്ഷെ നാട്ടിൽ അന്ന് മാസം കണ്ടില്ല. പിറ്റേന്നും റമദാനാണ്. എന്നാൽ അവരുടെ കൂടെ പിറ്റേന്ന് നോമ്പ് നോൽക്കണം, ഫർളാണ്. ഇംസാക്ക് ചെയ്താൽ പോരാ. അപ്പൊ 31 ഉണ്ടായില്ലേന്ന്. അത് പ്രത്യേക സാഹചര്യത്തിൽ 31 വരാം. മനസ്സിലായില്ലേ? പ്രത്യേക സാഹചര്യത്തിൽ 31 വരാം. ആ പറഞ്ഞ സാഹചര്യമാണ്. ഇങ്ങനെ വെച്ചാൽ പലപ്പോഴും പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. രണ്ടോടത്തിലും 30 ഉണ്ടായി. ഇവിടെ ഒരു ദിവസം മുമ്പ് കണ്ടു. ലാസ്റ്റ് നാട്ടിലെത്തിയപ്പോ നാട്ടിൽ 29 ആവുമ്പം ഇവിടുന്ന് പോയ ആൾക്ക് 30 കഴിഞ്ഞു. പക്ഷെ അന്ന് നിലാവ് കണ്ടില്ല. അപ്പം നാട്ടുകാർക്ക് 30 ഇവന് 31. എന്നാൽ ഇപ്പോൾ ഈ ഏത് നാട്ടിലാണോ ഉള്ളത് അവൻ ആ നാട്ടുകാരുടെ കൂടെയാണ് എന്ന കണക്ക് കൊണ്ടിട്ട് അവൻ അന്ന് നോമ്പ് മാറ്റോളണം. ചില ആളുകൾ ഇംസാക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ കിതാബ് പറഞ്ഞതല്ല, സ്വന്തം അഭിപ്രായമാണ്. തൊഫയിലും നിഹായയിലും മോനിയിലും ഒക്കെ വളരെ വ്യക്തമായി ഈ 31 അന്നും നോമ്പ് നോൽക്കൽ ഫർളാണ്, ഇംസാക്ക് ചെയ്താൽ പോരാ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഇവിടെ ഈ ദുബായിലൊക്കെ നമ്മള് ഇപ്പൊ ഞാൻ പങ്കെടുക്കുന്ന പള്ളിയിൽ ഇമാമ് 20 റക്അത്ത് തന്നെയാണ് നിസ്കരിക്കുന്നത്. ഒരു പാകിസ്ഥാനി ഇമാമാണ്. പക്ഷെ വിത്തർ നിസ്കരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ 2 റക്അത്ത് കഴിഞ്ഞിട്ട് സലാം വീട്ടാതെ വീണ്ടും 3-ാമത്തെ റക്അത്തിലേക്ക് തുടർന്നിട്ട് ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലുന്നു. അതിൽ നമുക്ക് എങ്ങനെയാണ് അതിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്? അതല്ല നമ്മൾ വേറെ ഒറ്റക്ക് നിസ്കരിക്കുന്നതാണ് ഉത്തമം? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അയാള് നല്ല ശുദ്ധനായ ഒരു ഹനഫിയ, സുന്നിയാണ്, നല്ല മനുഷ്യനാണ് എന്ന് വിചാരിക്ക. ആള് ഹനഫി മദ്ഹബാണ് പിന്തുടരുന്നത്. 20 റക്അത്ത് അദ്ദേഹത്തിന്റെ കൂടെ തുടർന്ന് നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ വിത്റ് അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കാതിരിക്കലാണ് നല്ലത്. കാരണം എന്താന്ന് വെച്ചാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് 3 റക്അത്ത് ഒന്നിച്ച് സലാം വീട്ടാതെ നിസ്കരിക്കൽ കറാഹത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബിനെ സമാനമാക്കി നിസ്കരിക്കുന്നതിനെ വിരോധിച്ചുകൊണ്ട് ഹദീസ് ഉണ്ട്. അതുകൊണ്ട് ഹനഫി മദ്ഹബ് അനുസരിച്ചാണെങ്കിലോ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കണം എന്നാണ്. പിന്നെ ഒടൂര് സൂറത്ത് ഓതി കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ പറയുന്ന ഖുനൂത്ത് ഓതാൻ വേണ്ടിയിട്ടാ. എല്ലാ മദ്ഹബിലും, വഹാബികളല്ലാത്ത സുന്നികളെല്ലാ മദ്ഹബിലും ഖുനൂത്ത് ഉണ്ട് ഹബീബെ. ഈ ഖുനൂത്ത് ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും ഖുനൂത്ത് വിത്റിലാണ്.
അപ്പൊ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഹനഫികള് റുക്കോയിൽ പോകുന്നതിന് മുമ്പ് ആ കുനൂത്ത് ഓതുക. ആ കുനൂത്ത് ഓതാൻ വേണ്ടിയിട്ടാണ് ഈ അള്ളാഹു അക്ബർ തക്ബീർ കെട്ടുന്നത്. അതിന്റെ ശേഷം അവര് കുനൂത്ത് ഓതും. എന്നാൽ ഹംബലികൾ അങ്ങനെയല്ല, ഒരു റുക്കോയിൽ പോയിട്ട് എഴുത്തുദാരിലാണ് കുനൂത്ത് ഓതുക. ഷാഫി മദ്ഹബും മാലിക്കി മദ്ഹബും സുബൈയിലാണ് എന്നും കുനൂത്ത് ഓതുന്നത്. പക്ഷേ ഷാഫി മദ്ഹബുകാർ റുക്കോയ് കഴിഞ്ഞിട്ട് എഴുത്തുദാരിലാണല്ലോ സുബൈന്റെ കുനൂത്ത് ഓതുക. എന്നാൽ മാലിക്കി മദ്ഹബുകാര് ഇതുപോലെയാണ്, ഹനഫികൾ കാട്ടും പോലെ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുനൂത്ത് ഓതും. കുനൂത്ത് ഓതി കഴിഞ്ഞിട്ടാണ് ഒരു റുക്കോയ് പോവുക. അപ്പൊ രണ്ട് മദ്ഹബ് ഇങ്ങനെ, രണ്ട് മദ്ഹബിൽ സുബൈക്കാണ് കുനൂത്ത്, രണ്ട് മദ്ഹബിൽ വിത്തറിലാണ് കുനൂത്ത്. അതിൽ രണ്ട് മദ്ഹബ് റുക്കുവിന്റെ ശേഷമാണ് കുനൂത്ത്, രണ്ട് മദ്ഹബ് റുക്കുവിന് മുമ്പാണ് കുനൂത്ത്. അപ്പൊ ഹനഫി മദ്ഹബ് അനുസരിച്ച് റുക്കുവിന്റെ മുമ്പാണ് കുനൂത്ത്. ആ കുനൂത്തിന് വേണ്ടിയിട്ടാണ് അവർ അല്ലാഹു അക്ബർ പറയുന്നത്. അതിൽ പങ്കെടുത്തതിന് തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് നല്ലത് ആ വിത്തറിന്റെ ജമാഅത്തിൽ ഇമാമിനെ തുടരാതെ വേറെ നിസ്കരിച്ച് ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുകയാണ്. മറ്റേ ഖറാഅത്ത് വരും. നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി, ഉദാഹരണം ഗൾഫിലുള്ള ഒരാള് തന്റെ മക്കളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഭാര്യയെ വക്കാലത്ത് ചെയ്യേണ്ടതുണ്ടോ? ആ വക്കാലത്തിന്റെ സിയെ തന്നെ പറയേണ്ടതുണ്ടോ? അല്ല ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? വക്കാലത്ത് ചെയ്യൽ നിർബന്ധമാണോ എന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു. വക്കാലത്ത് ചെയ്യൽ നിർബന്ധം തന്നെ. ഭാര്യക്കും മക്കൾക്കും നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവർ ആയതുകൊണ്ട് അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നമ്മുടെ മേലിൽ നിർബന്ധമാണ്. പക്ഷേ സാങ്കേതികമായി നമുക്ക് പ്രയാസമുണ്ട്. കാരണം നമ്മൾ ഗൾഫിലാണ്, ഭാര്യയും മക്കളും നാട്ടിലാണ്. അപ്പോ ഭാര്യയുടെയും മക്കളുടെയും സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. അതിന് പ്രത്യേകിച്ച് സിയൊന്നും ഉപയോഗിച്ച് വെക്കാന്നില്ല. ഭാര്യനോടോ അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ മക്കളുണ്ടെങ്കിൽ അവരോ, അല്ലെങ്കിൽ നമ്മളെ അമ്മയെ ബാപ്പയുണ്ടെങ്കിൽ അവരോടോ ഭാര്യന്റെയും മക്കളുടെയും സക്കാത്ത് നിങ്ങൾ കൊടുത്താളി എന്ന് പറഞ്ഞാൽ മതി. ഇതിനാണ് വക്കാലത്തായി പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ ഇതിനുണ്ടായാലേ അവർ കൊടുത്താൽ സക്കാത്ത് വീടുകയുള്ളൂ. കാരണം നമ്മളെ മേൽ നിയ്യത്തോടു കൂടി ചെയ്യൽ നിർബന്ധമായ ഒരു ഫർളായ അമല് നമുക്ക് വേണ്ടി അവർ ചെയ്യണമെങ്കിൽ നമ്മൾ ഏൽപ്പിക്കണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ ഭാര്യയുടെ സക്കാത്തും മക്കളുടെ സക്കാത്തും കൊടുക്കാൻ വേണ്ടി അവരെ തന്നെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിക്കുക. വേറെ എന്ന് പറഞ്ഞാൽ വാപ്പയൊക്കെ ഉണ്ടെങ്കിൽ വാപ്പാനെ ഏൽപ്പിച്ചാലും മതി. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠാഞ്ചന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചാലും മതി. ഏതായാലും ഇന്ന ആളുകളുടെ സക്കാത്ത് കൊടുക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാലും മതി. ഞാനൊക്കെ സാധാരണ പെരേല് നോമ്പിന് അധികം ഇല്ലാതെക്കലാണ്, പെരേന് അധികം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വരുമ്പം വിളിക്കുമ്പം അവൻ പറയലാ, എന്റെ കുട്ടികൾക്കൊക്കെ തന്നെയാണ് കൊടുത്താളും എന്റെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ മതി. അതായത് നമ്മൾ ഇതിനോട് കൂടി അവർ കൊടുക്കണം എങ്കിലേ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് ചോദ്യം, നമ്മുടെ കമ്പനിയിൽ ഒരു പള്ളിയുണ്ട്. അവിടെ ഒരു പള്ളിയാണ്. അവിടെ നിസ്കാരത്തിന്റെ ജുമാ നിസ്കാരത്തിന് ഏതാണ്ട് 100-200 ആൾക്കാരുണ്ട്. പക്ഷെ ആരും അവിടെ സ്ഥിരതാമസക്കാരൊന്നുമല്ല, എല്ലാം കമ്പനിയിൽ ജോലിക്ക് വന്ന ആൾക്കാരാണ്. അപ്പൊ അതില് നാട്ടുകാരായി പരിഗണിക്കാൻ പറ്റുന്ന, നാട്ടുകാരായിട്ടുള്ളത് ചിലപ്പോ 5-10 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം മറ്റുള്ള രാജ്യങ്ങളിലുള്ള വിദേശികളാണ്. അപ്പൊ അവിടെ നമ്മളെ ജുമാക്കുള്ള നമ്മുടെ ഹുക്കും എന്താണ്? നമ്മൾ രണ്ടാമത് ളുഹർ നമസ്കരിക്കണോ അതോ ആ ഖുത്ബ കൊണ്ട് നമുക്ക് സഹിയാകും? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജുമാ വുജൂബാവുന്ന നാട്ടിലെ സ്ഥിരതാമസക്കാരായ 4 ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ ജുമാ സഹിയാവും എന്ന കൗലെടുത്തുകൊണ്ട് ജുമാ നിസ്കരിക്കാം. അതല്ലെങ്കിൽ മുസാഫിരീങ്ങളോ മുഖീമീങ്ങളോ ആയ ആളുകളെ കൊണ്ട് ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി പട്ടണങ്ങളിൽ
ജുമ നടത്താം എന്ന കൗലുള്ള മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ആ ജുമയിൽ പങ്കെടുത്ത് നിസ്കരിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാതെ ആ ജുമയിൽ പങ്കെടുത്ത് നിസ്കരിക്കൽ ജായിസാവൂല. പക്ഷെ സ്ഥിരമായി ജുമ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ജുമ സഹിയാവും എന്ന് പറയുന്ന മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ജുമ നിസ്കരിക്കുകയും സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്നീട് ളുഹ്ർ മടക്കി നിസ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. തഖ്ലീദ് ചെയ്യാതെ ആ ജുമയിൽ പങ്കെടുത്ത് നിസ്കരിക്കാൻ തന്നെ പാടില്ല. കാരണം ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹിയാവൂല. നാട്ടുകാരില്ലാത്തൊരു ജുമ ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹിയാവൂല. അപ്പൊ സഹിയാവും എന്ന് പറയുന്ന മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ആ ജുമയിൽ പങ്കെടുത്ത് നിസ്കരിക്കാം. എന്നാലും സൂക്ഷ്മതയ്ക്ക് വേണ്ടി പിന്നീട് ളുഹ്ർ മടക്കി നിസ്കരിക്കൽ നല്ലതാണ്. അതില്ലെങ്കിൽ, ആ തഖ്ലീദ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ളുഹ്ർ തന്നെ നിസ്കരിക്കണം. അന്തം വിട്ട് കുത്തിരിക്കുകയാണല്ലോ. ഇനിയുള്ളവർക്ക് തിരക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. അന്തം വിട്ട് ഇങ്ങനെ കുത്തിരിക്കണേ. നമ്മൾ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് 5 മിനിറ്റാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവര് ഇനി ഇൻഷാ അള്ളാ നാളെ കാണാം. സമയം ഞാൻ പോകുകയാണെങ്കിൽ 45 വരെ പോകാന്ന് കരുതിയില്ല. ഇനിയിപ്പോ ചെറുതായിട്ടൊന്ന് ദുആ ചെയ്യുമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ബാക്കിയുള്ളവര് എന്നെ കുറ്റം പറയണ്ട, നിങ്ങളടുത്ത് തന്നെ പോരാ. ഈ മൈക്ക് എടുക്കാതെ വെറുതെ തൊള്ളിയും കാട്ടി ഇങ്ങനെ കുത്തിരുന്നതാണ്. 1,32,784 നാരിയത്തു സ്വലാത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ സുബൈക്ക് ഈ ഒരു മാസത്തിൽ ചൊല്ലിയിട്ടുണ്ട്. പല ഉദ്ദേശങ്ങളും വെച്ച് ചൊല്ലിയവരാണ്. അള്ളാഹു തആല സ്വലാത്തിനെ കബൂലാക്കി അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. സീതരവി വളാഞ്ചേരി എന്ന ആൾക്ക് കഫീൽ ലീവ് കൊടുക്കുന്നില്ല. ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് ഖൈറായ നിലക്ക് ലീവ് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കഫീലിന് തോന്നിപ്പിക്കുക. അള്ളാഹു ആണല്ലോ കൽബിനെ മറിക്കുന്നവൻ. അർഹമുർറാഹിമായ റബ്ബെ, ആ സഹോദരന്റെ മസ്ഊലായ കഫീല് അദ്ദേഹത്തിന്റെ കൽബിനെ അയാൾക്ക് അനുകൂലമായ നിലക്ക് നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരനോട് അയാൾക്ക് കൽബിൽ ഒരു പ്രത്യേകമായ കിർഫയും കാരുണ്യം ഇട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഹൈറായ മുറാദ് പൂർത്തിയാക്കി കൊടുക്കാനുള്ള ഒരു മാനസിക അവസ്ഥ ആ കഫീലിന് കൊടുത്ത് അദ്ദേഹത്തിന്റെ യാത്രയെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. KSയിൽ ഉള്ള സൈനുൽ ആബിദീൻ എന്ന വ്യക്തിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട്. കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. വേറെയും ദുആ വസിയത്തുണ്ട്. എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുമാറാകട്ടെ. കിട്ടാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ കിട്ടാനുള്ള മാർഗം തുറന്നു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റ് ദുആ വസിയത്ത് ചെയ്തവരുടെയൊക്കെ ഖൈറായ ഹലാലായ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അർഹമുർറാഹിമായ രാജസീദായ തമ്പുരാനെ, പരിശുദ്ധ റമദാൻ ശരീഫിന്റെ ബറക്കത്ത് കൊണ്ട് പുണ്യമേറിയ ഈ ദിനരാത്രങ്ങളിൽ ലോകത്ത് കോടാനുകോടി ആളുകൾ നിന്റെ പൊരുത്തത്തിനു വേണ്ടി നോമ്പെടുക്കുന്നു, ഖുർആൻ ഓതുന്നു, ഉംറ നിർവഹിക്കുന്നു, സാലിഹായ അമലുകൾ ചെയ്യുന്നു. അതൊക്കെ നീ കബൂലാക്കി അനുഗ്രഹിക്കണേ റബ്ബേ. അതിന്റെ ബറക്കത്ത് മുസ്ലിം ലോകത്തിന് മൊത്തം നീ നൽകി അനുഗ്രഹിക്കണേ അർഹമുർറാഹിമായ റബ്ബേ. ഞങ്ങളുടെയൊക്കെ ഇബാദത്തുകളിൽ വന്നു പോകുന്ന പോരായ്മകൾ, വീഴ്ചകൾ, അതൊക്കെ നിന്റെ മഹലായ ഫള് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. അർഹമുർറാഹിമായ റബ്ബേ, ആദ്യത്തെ 10 നിന്റെ പ്രത്യേകമായ റഹ്മത്ത് കോരിച്ചെറിയപ്പെടുന്ന ദിനരാത്രങ്ങളാണ്. ഈ ദിനരാത്രങ്ങളിൽ നിന്റെ പ്രത്യേകമായ റഹ്മത്തിന് അർഹരാവുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എളിയവരായ ഞങ്ങളെ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനെ, എന്നും മഗ്ഫിറത്ത് തരുന്ന അല്ലാഹ്, റമദാനിന്റെ നടുവിലെ 10 നിന്റെ പ്രത്യേകമായ മഗ്ഫിറത്ത് നിന്റെ അടിയാറുകളിലേക്ക് നീ കോരിച്ചൊരിക്കുന്ന സമയത്ത് ആ പ്രത്യേകമായ മഗ്ഫിറത്ത് കിട്ടിയ ഭാഗ്യവാന്മാരിൽ എളിയവരായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനെ, എന്നും നീ നരകാവകാശികളെ ഇത്ഖ് ചെല്ലുന്നവനാണ്. റമദാന്റെ അവസാനത്തെ 10 പ്രത്യേകമായ നിന്റെ ഇത്ഖ് നിന്റെ അടിയാറുകളിലേക്ക് നീ വർഷിക്കുന്നവനാണ്. ആ കൂട്ടത്തിൽ ആ പ്രത്യേകമായ ഇത്ഖ് കിട്ടി രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ പാവപ്പെട്ട ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റമദാനു ശരീഫുൻ
ഖുർആനു ഷരീഫും അനുകൂലമായി സാക്ഷി പറഞ്ഞ് വിജയം നേടുന്ന സൗഭാഗ്യവാന്മാരിൽ എളിയവരായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. കഴിഞ്ഞ ഈ ഒരു മാസത്തിലായി 1.25 ലക്ഷത്തിലധികം നാരിയത്തു സ്വലാത്ത് വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരുപാട് സഹോദര സഹോദരിമാർ ചൊല്ലി. അല്ലാ, നീ അത് കബൂലാക്കി അവരുടെ ഞങ്ങളുടെയൊക്കെ ഹൈറായ മുറാദുകൾ ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ഹക്കത്ത് കൊണ്ട്, അവിടുത്തെ ആദ്യ സാഹിബിന്റെ ഹക്ക് കൊണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ ഹൈറായ ആഗ്രഹങ്ങളും നീ സഫലമാക്കി കൊടുക്കണേ റബ്ബേ. എല്ലാ ബുദ്ധിമുട്ട് വിഷമങ്ങളിൽ നിന്നിട്ടും നീ സലാമത്താക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ നാവുകളും ഞങ്ങളുടെ കണ്ണും കാതും ഞങ്ങളുടെ കൽബും നിന്റെ പൊരുത്തത്തിൽ ഉപയോഗിച്ച് ഈ റമളാൻ സഫലമാകുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഭക്ഷണവും വെള്ളവും മാത്രം ഉപേക്ഷിച്ച് ഹറാമ് കണ്ടും കേട്ടും പറഞ്ഞും ജീവിക്കുന്ന, മനസ്സിനെ ഹറാമിൽ വിഹരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. നിന്റെ കാവലുകൊണ്ട് റബ്ബേ പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ ഈ സമയങ്ങളൊക്കെയും നീ ഞങ്ങൾക്ക് സഹായിക്കണേ അല്ലാ. റബ്ബേ, അർഹമുർ-റാഹിമായ റബ്ബേ, നിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ലോകമാന്യത്തിന് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഈ റമളാനിൽ നിന്റെ അടിയാറുകൾക്ക് നീ എന്തൊക്കെ ഹൈറും ബറക്കത്തും റഹ്മത്തും കണക്കാക്കിയിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക്, സാധുക്കളായ ഞങ്ങൾക്കും നീ തരണേ അല്ലാ. പടച്ചവനെ, ഈ പരിശുദ്ധ റമളാനു ഷരീഫിൽ നിന്റെ അടിയാറുകളെ തൊട്ട് എന്തൊക്കെ